ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നിസ്സാൻ്റെ പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള കുറോ എഡിഷൻ. ഈ കുറോ എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് വേർഡാണ്. ബ്ലാക്ക് കറുപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ആ ഒരു വാക്ക് പോലെ തന്നെ ഈ ഒരു മോഡലിലും ചെറിയ വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പിയാനോ ബ്ലാക്ക് ക്രോമാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അതുപോലെ കാറിൻ്റെ സൈഡിൽ പാസഞ്ചർ സൈഡിലോട്ട് നോക്കുമ്പോൾ മാഗ്നൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറോ എഡിഷനും കൊടുത്തിട്ടുണ്ട്. ORVME നോക്കുവാണെങ്കിൽ നമുക്ക് XV വേരിയൻറ്റിൽ തന്നെ കുറോ എഡിഷനിൽ 360 ക്യാമറ വരുന്നുണ്ടായിരുന്നു. അതുപോലെ ടയർ നോക്കുവാണെങ്കിൽ 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ആ കാലിപ്പർ കണ്ടില്ല, ആ കാലിപ്പറിൻ്റെ റെഡ് കളറ്, അതാണ് ഈ കുറോ എഡിഷനിൽ അഡീഷണലായിട്ട് നിസ്സാൻ്റെ ഭാഗത്തു നിന്ന് ചേർത്ത ഒരു പ്രത്യേകത. ഈ ഒരു കാറിൻ്റെ ലെങ്ത് വരുമ്പം 3994 mm ആണ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 1758, ഹൈറ്റ് വരുമ്പം 1572 ആണ് വരുന്നത്. അതുപോലെ ബാക്കിൽ നിന്നൊക്കെയാണെങ്കിൽ നല്ലൊരു ലുക്ക് ഈ ഒരു കുറോയ്ക്ക് വരുന്നുണ്ട്. ബാക്ക് ടീമായിട്ട് ഷിഫ്റ്റാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. കാരണം ഇത് AMD ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ഈ ഒരു കാറിൽ കൊടുത്തിട്ടുണ്ട്. 205 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ അടിഭാഗമൊന്നും തട്ടുന്ന പ്രശ്നം വരത്തില്ല. 40 ലിറ്റർ ആയിരിക്കും ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഓൾമോസ്റ്റ് ഔട്ട്ലുക്കൊക്കെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു മാഫിയ ലുക്കൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കാറ് കാണാൻ. ഈ ഒരു കുറോ എഡിഷനിൽ വന്നേക്കുന്ന അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫ് റെയിലിൽ തന്നെ നോക്കി നമുക്ക് കാണാൻ മനസ്സിലാകും. റൂഫും അതിൻ്റെ റൂഫ് റെയിലും ബ്ലാക്ക് ഒരു കളറാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു മോഡലിന് ഇത്തിരിയും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിലും വൈപ്പർ വരുന്നുണ്ട്, വാഷറൊക്കെ ആണെങ്കിലും ചില ഹൈഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഡീഫോഗറും വരുന്നുണ്ടായിരുന്നു. ബാക്കിന്ന് നോക്കുമ്പം വൈഡ് സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ്, നിസാൻ മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ്, പിന്നെ ബ്ലാക്ക് കളറിലുള്ള സ്കിഡ് പ്ലേറ്റ്, 4 പാർക്കിംഗ് സെൻസേഴ്സ്, ഇതൊക്കെ കുറോ എഡിഷനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു AMD ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ ഒരു ഡോർ ഹാൻഡിലും ഒരു ബ്ലാക്ക് ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയർ നോക്കുമ്പം നമ്മുടെ ഡോറിലും അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, സ്റ്റീറിങ്, അവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ കാണാൻ കഴിയുന്നുണ്ട്. എന്തിനു പറയണം, ഇതിൻ്റെ മാറ്റിൽ വരെ കുറോയുടെ ഒരു പ്രത്യേകതരം ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ചവിട്ടാതെ അപ്പോൾ ഈ ക്ലസ്റ്ററിൽ സെൻസറുകളെല്ലാം ഒന്ന് മീറ്റർ ഒന്ന് ഓണായിട്ട് ഇങ്ങനെ നിൽക്കും. ഇനിയും ബ്രേക്ക് ചവിട്ടുക. ന്യൂട്രാണെന്ന് കാണിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ന്യൂട്രലോട്ട് ബ്രേക്ക് ചവിട്ടി ന്യൂട്രാക്കുക. AMDക്ക് ക്ലച്ച് എന്ന് പറയുന്നത് ബ്രേക്കാണ്. ഗിയർ മാറണമെങ്കിൽ എല്ലാം ബ്രേക്ക് ചവിട്ടണം. എന്നുവെച്ചാൽ AMDയുടെ ക്ലച്ച് ബ്രേക്കാന്നല്ല കേട്ടോ. ക്ലച്ച് പോലെ ഗ്ലോബോസ് 10 ലിറ്റർ സെയിം തന്നെ. ഇലുമിനേറ്റ് ഇതിന് പറ്റിയ സാധനം ഉണ്ടോ? അതിൻ്റെ പേരിന് ഇവിടെ അടിയിൽ വരുന്നു. അടിയിലൊന്നും വരുന്നില്ല. ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം, സർവീസ് ഇൻ്റർവെൽ അറിയാം, വാർണിങ്സ് കാണിക്കും, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ, ഓഡോമീറ്റർ. മൈലേജ് എത്ര വരുന്നത്? മൈലേജ് 20 ഏറെ അപ്രോഡ് മൈലേജ് നമുക്ക് 18 വെച്ച് കിട്ടുന്നത്. ഈ കുറോ എഡിഷനിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്ന 4 AC യൂണിറ്റ്സ് ആണെങ്കിലും ഒരു പ്രീമിയം ലുക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. വയർലെസ് ചാർജറിൻ്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്? വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ജസ്റ്റ് ഇതിലോട്ട് വെച്ചാൽ മതി, ചാർജ് ആയിക്കണം. അല്ലെങ്കിൽ ചാർജ് ആയിട്ടില്ല. ഈ ഷിഫ്റ്റ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ തന്നെ ഡ്രൈവിൽ ഇട്ടിട്ട് നമുക്ക് മാനുവലി വേണമെങ്കിലും ഓടിക്കാം. അതായത് മാനുവലി പ്ലസും മൈനസും ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറോടെ വേറൊരു പ്രത്യേകത ഇതാണ്. ബാക്ക് സൈഡ് നോക്കുമ്പം നമുക്കൊരു റിയർ AC വരുന്നുണ്ടായിരുന്നു. ലെഗ് റൂം സ്പേസ് വരുമ്പോൾ 593 ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. നേരത്തെ നമുക്ക് റെഡ് എഡീഷനിൽ ബാക്ക് ക്രോം വരുന്നുണ്ടായിരുന്നു, ബാക്കിൽ ക്രോം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് ഡീക്രോം ചെയ്ത് കുറോയ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ
ബുക്ക് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, ക്യാമറ വരുന്നുണ്ട്, ക്യാമറയൊക്കെ ഹൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റിയൽ പാർസൽ ട്രേയും വരുന്നുണ്ട്. ഈ പാർസൽ ട്രേയിൽ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, ഈ കുട അതുപോലത്തെ ചെറിയ ഐറ്റംസ് വെക്കാം. 336 നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി വർത്തായിട്ടുള്ള ഒരു കാറാണ് ഈ കുറോ എഡിഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നിസാൻ്റെ കുറോ എഡിഷൻ. ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ വിലക്കുറവായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് കാറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാറും കൂടെ പരിഗണിക്കാൻ പറ്റും. കാരണം സ്ത്രീകൾക്കാണേലും കുട്ടികൾക്കാണേലും കൈകാര്യം ചെയ്യാവുന്ന തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങൾ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കാറിനെപ്പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്കായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അതിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമുകാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസിന് പുറമെ നിങ്ങൾ ഷോറൂമിൽ ചെല്ലുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ആ മാസത്തെ ഓഫറുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.